ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓപ്സ് തിയറീൻ്റെ. അപ്പം ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം എന്തൊക്കെയാണെന്നുള്ളത്. പുതിയ ഒരു നിങ്ങളിതുവരെ പഠിക്കാത്ത സിയിൽ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് മൊഡ്യൂൾ തൊട്ടിട്ട് പോകുന്നതെന്ന്. സോ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പോർഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താണ് ഒരു ക്ലാസ്, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഒബ്ജക്റ്റ് എന്താണ്, അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് C++ൻ്റെ ഫീച്ചേഴ്സ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, മെസ്സേജ് പാസിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ അതൊക്കെ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ ക്ലാസ്സിലുള്ള മെമ്പർ ഫങ്ഷൻസിനെയും ഡാറ്റ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. മെമ്പർ ഫങ്ഷൻസ് എന്താണ് ഒരു മെമ്പർ ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മളെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ. ഡാറ്റാസ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഡാറ്റാസ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡാറ്റാസ് എന്ന് പറയാം. മെമ്പർ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, മെമ്പർ ഫങ്ഷൻസ് are the functions which have their declaration inside the class definition and works on the data members of the class. അപ്പം മെമ്പർ ഫങ്ഷൻ എന്താ, അതൊരു ഫങ്ഷനാണ്. അത് എവിടെയായിരിക്കും, ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. ഡെഫിനിഷൻ ഡിക്ലെയർ ചെയ്ത് എന്തായാലും ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും മെമ്പർ ഫങ്ഷൻ. ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്തോ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഡിക്ലറേഷൻ എപ്പോഴും ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും. ആൻഡ് വർക്ക്സ് ഓൺ ദ ഡാറ്റ മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ്. ഡാറ്റ മെമ്പേഴ്സിന് ഡാറ്റ ഫങ്ഷൻ്റെ ഉള്ളിൽ എന്താണ് മെമ്പർ ഫങ്ഷനിൽ നമ്മൾ എന്താണ് ഡാറ്റ മെമ്പേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. എന്തൊക്കെ വേരിയബിൾസിനൊക്കെ നമ്മൾ ഈ ഫങ്ഷനുള്ളിൽ യൂസ് ചെയ്യலாம். Definition of member functions can be inside or outside the definition of the class. അതാണ് ഞാൻ പറഞ്ഞത്, ഡിക്ലറേഷൻ എപ്പോഴും ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. മെമ്പർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ആകാം. If the member function is defined inside the class definition, it can be defined directly. നമ്മൾക്ക് എന്താണ്, ക്ലാസ് ഡെഫിനിഷൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് തന്നെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്സൊക്കെ എഴുതുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിനെ മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അല്ലാത്ത കേസസിൽ നമ്മൾ പുറത്താണ് നമ്മൾ മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ക്ലാസ്സിൻ്റെ ഉള്ളിലല്ലാതെ പുറത്താണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കെന്താ, ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഫോർമാറ്റ് എന്നാണ് നോക്കുന്നത്. ബട്ട് ഇഫ് ഇറ്റ്സ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്, then we have to use the scope resolution operator along with class name and function name. നമ്മളൊരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററാണ് ക്ലാസ്സിൻ്റെ പുറത്ത് നമ്മളെ മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 2 കോളൻ കൂടുന്ന ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് മെമ്പർ ഫംഗ്ഷൻ ക്ലാസ്സിൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷന് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുക? ഉള്ളിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡയറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്ലാസ്സിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പം ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻക്ലൂഡ് സ്ട്രീം യൂസിങ്, അതൊക്കെ നമുക്കറിയില്ല. ഇനി ക്ലാസ് എങ്ങനെയാണ് ക്ലാസ് ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഉണ്ട്, നമ്മൾ സ്ട്രക്ചർ പോലെ തന്നെ കുറച്ച് ഡിഫറൻസ് ആണുള്ളത്. ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ പേരും കൊടുക്കും. ഓക്കെ, ക്ലാസ് നെയിം ഉണ്ട്, ക്ലാസ് നെയിം എന്താ, സ്റ്റുഡൻ്റ് ആണ്. അതിൽ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റ് രജിസ്റ്റർ നമ്പർ, ഇൻറ്റിജർ ഫോമാറ്റിലുള്ള രജിസ്റ്റർ നമ്പർ ഉണ്ട്. ക്യാരക്ടറിൽ നെയിം ഓഫ് 20,
അതുപോലെ ഫ്ലോട്ട് മാർക്ക്. ഈ 3 ഡാറ്റ മെമ്പേഴ്സാണ് വരുന്നത്. ഇനി മെമ്പർ ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് ഇല്ലേ, ഈ രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ് എന്നൊക്കെ പറയുന്നത് ഡിഫോൾട്ടായിട്ട് ഇപ്പം മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളവിടെ പബ്ലിക് എന്ന് കൊടുത്തിട്ട്, ഇവിടെ പബ്ലിക് എന്ന് കൊടുത്തിട്ടില്ലേ, ഈ പബ്ലിക് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പബ്ലിക് എന്ന് കൊടുക്കുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പബ്ലിക് എന്ന് കൊടുക്കുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് എന്ന് കൊടുക്കുന്നത്. ഡിഫോൾട്ടായിട്ട് എന്തായാലും പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണ് ഇവിടെ ഇപ്പോൾ ഈ ഡാറ്റ മെമ്പേഴ്സ്, ഈ 3 ഡാറ്റ മെമ്പേഴ്സും പ്രൈവറ്റ് ആയിട്ടാണ് ഡിഫോൾട്ടായിട്ടുള്ളത്. അതെന്താ പ്രൈവറ്റ് എന്ന് പറയുമ്പം ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിന് മാത്രം അല്ലെങ്കിൽ ഫങ്ഷൻസിന് മാത്രം അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രൈവറ്റ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പം ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എന്താണ് ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് സ്പെസിഫൈ ചെയ്യാതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ടായിട്ട് എന്താണ് പ്രൈവറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഡിഫൈൻ ചെയ്യണം. മെമ്പർ ഫംഗ്ഷൻസിൻ്റെ അവിടെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം ആ ഫംഗ്ഷനെ. ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഫംഗ്ഷൻ കൊടുത്തു, വോയിഡ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. എങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എഴുതാന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. റിട്ടേൺ ടൈപ്പ് ഇവിടെ നമുക്ക് വേണ്ടത് 2 രീതിയിലാണ്. ഒന്ന്, മാർക്ക് നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാനും, രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യാൻ ഡാറ്റ, അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കാണിക്കാം എന്തൊക്കെയാണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ വോയിഡ് ഗെറ്റ് ഡാറ്റേൻ്റെ ഉള്ളിൽ കേർലി ബ്രേസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി, എൻ്റെ രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ്. അപ്പോൾ രജിസ്റ്റർ നമ്പറും നെയിമും മാർക്കും ഇൻപുട്ട് ചെയ്തു. സോ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ മെമ്പേഴ്സിന് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നത് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ക്ലാസ്സിന് പുറത്ത് നമുക്ക് ഈ മെമ്പർ ഫങ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യണം. ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യണമല്ലോ, എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് തരണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമല്ലോ. അതിനാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പം വോയിഡ് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന എന്താണ് നമ്മളെ മെമ്പർ ഫംഗ്ഷൻ നമ്മളോട് ഡിഫൈൻ ചെയ്തു. ഇനി ഡിസ്പ്ലേ ഫംഗ്ഷനിൽ എന്താ, സി ഔട്ട് രജിസ്റ്റർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ നമ്പർ, അതുപോലെ നെയിംസ് എന്ന് പറഞ്ഞിട്ട് നെയിം, മാർക്കസ് എന്ന് പറഞ്ഞിട്ട് മാർക്ക്. എന്നിട്ട് സ്ട്രക്ചർ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കേർലി ബ്രേസസിൽ സെമി കോളൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എൻ്റർ ചെയ്തു ഡാറ്റ. ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ മെമ്പർ ഫങ്ഷൻസിലുള്ള ഡെഫിനിഷൻ കൊടുത്തു. ഇനി മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുമ്പം നമ്മൾ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ മെമ്പേഴ്സിനെയോ മെമ്പർ ഫങ്ഷൻസിനെയോ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം. അപ്പോൾ ക്ലാസ് നെയിം എന്താ, സ്റ്റുഡൻറ്റ്, അതല്ലേ ക്ലാസ് നെയിം സ്റ്റുഡൻറ്റ് സ്പേസ് ഒബ്ജക്റ്റ് നെയിം എന്താ, S1 എന്ന് കൊടുത്തു. ഇനി ഈ ഒരു S1 വെച്ചിട്ടാണ് നമുക്ക് ഈ മെമ്പർ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുക. ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ ക്ലാസ്സിൻ്റെ പുറത്ത്? ഇല്ല, കാരണം എന്താ, അത് പ്രൈവറ്റ് ആണത്. അതുകൊണ്ടാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. സോ S1 ഡോട്ട് ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുക. S1 ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്ന് പറയുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഇത് റീഡ് ചെയ്യും, എൻ്റെ രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ S1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത്, ഡിഫൈനിങ് എ മെമ്പർ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ക്ലാസ്. സോ നെക്സ്റ്റ് വൺ, ഡിഫൈനിങ് എ മെമ്പർ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ്. ഔട്ട്സൈഡ് ദ ക്ലാസ് എങ്ങനെയായിരിക്കും, ഇൻസൈഡ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ കൊടുത്തു. മെമ്പർ ഫംഗ്ഷനിലെ ഡാറ്റാസ് അവിടെ തന്നെ ക്ലാസ്സിനുള്ളിൽ തന്നെ കൊടുത്തു. ഇനിയിപ്പം ഔട്ട്സൈഡ് ദ ക്ലാസ് ആണ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ്റ്, രജിസ്റ്റർ നമ്പർ, നെയിമും മാർക്കും കൊടുത്തു. അതുപോലെ പബ്ലിക്കിൽ വോയിഡ് ഗെറ്റ് ഡാറ്റ, വോയിഡ് ഡിസ്പ്ലേ, അതിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുത്തില്ല. നമ്മൾ പുറത്താണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു, ഇനി പുറത്ത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്ത് സെമി കോളൻ വെച്ചിട്ടാണ്
ഇനി നമുക്ക് ഗെറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുക ഇങ്ങനെയാണ്. നമ്മൾ എന്ത് കൊടുക്കും? ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ക്ലാസ് നെയിം സ്റ്റുഡൻറ്റ്, അത് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഇവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ഈ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഇവിടെയും ഈ രണ്ട് സൈഡിലും സ്പേസ് ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തു എന്നുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നേരത്തെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ വോയിഡ് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന കേസിൽ റിട്ടേൺ ടൈപ്പ് കൊടുക്കും, ക്ലാസിൻ്റെ പേര് കൊടുക്കും, സ്റ്റുഡൻ്റ് എന്ന്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അതുപോലെ ഫംഗ്ഷൻ്റെ പേര്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ സെമിക്കോളൻ ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വോയിഡ് സ്റ്റുഡൻറ്റ് ഗെറ്റ്, അതുപോലെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം കൊടുത്തു, എന്നിട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് എന്തുകൊണ്ട് ഈ ഗെറ്റ് ഡാറ്റ അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻസിനെ ക്ലാസ്സിൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റും? നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഫംഗ്ഷൻസിനൊക്കെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക. നേരത്തെ പോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്ലാസ്സിൻ്റെ പേര് S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. S1 ഡോട്ട് ഗെറ്റ് ഡാറ്റ, അതുപോലെ S1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഔട്ട്സൈഡ് ദ ക്ലാസ്സും ഇൻസൈഡ് ദ ക്ലാസ്സും നമ്മൾ മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ പോളിമോർഫിസിൻ്റെ ഉള്ളിൽ നമ്മൾ പോളിമോർഫിസം അച്ചീവ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് പറഞ്ഞു, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. സോ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രീഫായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. നമ്മൾ സെയിം ഫംഗ്ഷൻ നെയിം, ഓക്കെ, ഒരേ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആക്കാം. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ, സമ്മിനുള്ളിൽ നമ്മൾ എന്താണ് ഇത് കൊടുക്കുമല്ലോ, പാരാന്തസിൻ്റെ ഉള്ളിൽ അല്ല പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമല്ലോ. പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന സമയത്ത് സം അതുപോലെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻറ്റ് കോമ ഇൻറ്റ്, അപ്പോൾ രണ്ട് ഇൻറ്റിജർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും അതേ ഫംഗ്ഷൻ, അതേ നമ്മളെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ സം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഫ്ലോട്ട് കോമ ഫ്ലോട്ട് എന്ന് പറഞ്ഞു, സം ബ്രാക്കറ്റിൽ നമ്മൾ എന്താ ഡബിൾ കോമ ഡബിൾ അങ്ങനെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം ഫംഗ്ഷൻ നെയിമാണ്, സം എന്ന് പറയുന്ന സെയിം ഫംഗ്ഷൻ നെയിമിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണ് ഓരോ ഫംഗ്ഷനും വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം സം ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, സം ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് കോമ ഇൻറ്റ്, അപ്പം മൂന്നുണ്ട്. അപ്പം ഈ പാരാമീറ്റേഴ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സിൽ ഡിഫറെൻ്റ് വരിക, പക്ഷെ സെയിം ഫംഗ്ഷൻ നെയിം. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫംഗ്ഷൻ ഓവർലോഡിങ്. ക്ലിയർ ആണല്ലോ? സെയിം ഫംഗ്ഷൻ നെയിമും പക്ഷെ എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പോ നമ്പറോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയും. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, function overloading is a C++ programming feature that allows us to have more than one function having same name but different parameter list. ഒരേ ഫംഗ്ഷൻ നെയിം ആയിരിക്കും പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ലിസ്റ്റ് ആയിരിക്കും. That is, in C++, two functions can have the same name if the number and or type of arguments passed is different. ഒരേ ഫംഗ്ഷൻ നെയിം വരാൻ പറ്റും പക്ഷേ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് എന്താവണം, രണ്ടിനും ഡിഫറെൻ്റ് ആയിരിക്കണം. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫംഗ്ഷൻ ഓവർലോഡിങ്. These functions having the same name but
ബട്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ആർ നോൺ ആസ് ഓവർലോഡഡ് ഫംഗ്ഷൻ. അപ്പം ഈ നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് സെയിം നെയിമും ഫംഗ്ഷൻ നെയിമും ഡിഫറെൻറ്റ് ടൈപ്സോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വരുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർലോഡഡ് ഫംഗ്ഷൻ, ഓവർലോഡ് ചെയ്തപ്പെട്ട ഫംഗ്ഷൻ. Function overloading can be considered as an example of polymorphism feature in C++. നമുക്ക് പോളിമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ ഓവർലോഡിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഒക്കെ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളാണ് നോക്കുന്നത്. സോ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൻ്റെ എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിളാണ്, നോർമൽ ഫംഗ്ഷൻ കേട്ടോ. ആഷ് ഇൻക്ലൂഡ് ഐ സ്ട്രീം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു വോയിഡ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അതുപോലെ വോയിഡ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുള്ളിൽ 2 ഇൻറ്റിജർ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അതുപോലെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് സി കോമ ഫ്ലോട്ട് ഡി. അപ്പം സെയിം ഫംഗ്ഷൻ നെയിം ആണ് വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്, അല്ലേ, പാസ് ചെയ്യപ്പെടുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻറ്റ് പി കോമ ക്യൂ ഫ്ലോട്ട് എം കോമ എൻ എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലേ. ജസ്റ്റ് 4 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിൽ. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു, കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുക, ഈ ഒരു സെക്ഷനിലേക്ക് പാസ് ചെയ്യും. വോയിഡ് സം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പാസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു കോളിംഗ് ഫംഗ്ഷൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എവിടേക്കാണോ കോൾ ചെയ്ത് അവിടേക്കല്ലേ പോവുക. അപ്പോൾ ഇവിടേക്കാണ് വരുന്നത്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെയാണുള്ളത്. അവിടെ ഇൻറ്റ് എസ് കോമ ഡി കോമ ഈ 3 വേരിയബിൾസ് ആണുള്ളത്. ഡി ഈക്വൽ ടു 10, അതുപോലെ ഇ ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എസ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ഇ. അപ്പോൾ എസ് എന്താ 30 + 10 40, അല്ലേ. സോ സി ഔട്ട് സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എസ്. അപ്പോൾ ഇവിടെ എന്താ പ്രിന്റ് ചെയ്ത് വരിക, നമ്മളെ മെയിൻ ഫംഗ്ഷനുള്ള ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് വരാം സം ഈക്വൽ ടു 40 എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഇവിടെ ഇത് നോക്കും, സി ഔട്ട് എൻ്റർ 2 ഇൻറ്റീജേഴ്സ് സി ഇൻ പി ക്യൂ. അങ്ങനെ 2 ഇൻറ്റീജേഴ്സ്, അതിനാണ് നമ്മളിവിടെ പി ക്യൂ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അല്ലേ. പി ക്യൂ എന്ന് പറയുന്ന 2 ഇൻറ്റീജേഴ്സ് എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സം പി കോമ ക്യൂ, അല്ലേ. ഇവിടെ നമ്മൾ ഇൻറ്റ് എ കോമ ബി എന്ന് പറഞ്ഞ 2 ഇൻറ്റീജറാ. അതുപോലെ 2 ഇൻറ്റീജർ അല്ല ഇവിടെ ഉള്ളത്. സം പി കോമ ക്യൂ എന്ന് പറയുമ്പം എങ്ങോട്ടേക്കാണ് ഫംഗ്ഷൻ പോവുക, 2 ഇൻറ്റിജർ എവിടെയാണുള്ളത്, ഇതിലല്ല ഉള്ളത് 2 ഇൻറ്റിജർ ആയിട്ടുള്ളത്. വോയിഡ് സം ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് പറയുമ്പം പിൻ്റെ വാല്യൂ എത്രയാ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇവിടെ എക്ക് കിട്ടും, അതുപോലെ ക്യൂവിൻ്റെ വാല്യൂ ബിക്കും കിട്ടും. എന്നിട്ട് അത് എത്രയാണോ വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരും. നെക്സ്റ്റ് വൺ സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ് സി ഇൻ എം എൻ എന്ന് പറഞ്ഞ 2 എമ്മും എന്നും 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, അല്ലേ. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫ്ലോട്ടാണ്. ഇപ്പോൾ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും. ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഫ്ലോട്ട് ചെയ്യുള്ളത്, ഈ ഫംഗ്ഷനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം എമ്മിൻ്റെ വാല്യൂ സിയിലേക്കും എന്നിൻ്റെ വാല്യൂ എന്തിലേക്കാണ് വരിക, ഡിയിലേക്കുമാണ് വരിക. അപ്പം എസ് സം ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡ് ചെയ്യുക. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. അതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒരു ഇതും നിങ്ങൾക്ക് ചോദിക്കാൻ മടിയും വേണ്ട, എന്തായാലും ചോദിക്കാം കേട്ടോ. പ്രോഗ്രാം എന്താണ് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു.